അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്, അഥവാ ക്രിസ്തു മതക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് പോകുന്നത്. യെശയ്യാ 66:18. ഞാൻ അവരുടെ പ്രവൃത്തികളും വിചാരങ്ങളും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം കാണും. അപ്പോൾ എല്ലാ ജാതികളും എല്ലാ ഭാഷക്കാരും ഒന്നിച്ചു കൂടുന്ന കാലം വരുന്നു. കാരണം എന്തുകൊണ്ട്? അവർ വന്ന് എൻ്റെ മഹത്വം കാണും. അപ്പൊ സൃഷ്ടാവിന്റെ മഹത്വം കാണും. ആ സമയം എല്ലാവരും ഒരുമിച്ച് കൂടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സൃഷ്ടാവിന്റെ മഹത്വം? ഇനി ഇതേ കാര്യം തന്നെ ബൈബിളിൽ പറയുന്നില്ലേ, അവസാന കാലഘട്ടത്തിൽ സൃഷ്ടാവിന്റെ കൈകൾ വെളിപ്പെടുമെന്ന്. അപ്പൊ ആ വെളിപ്പെടുന്ന സമയത്ത്, അഥവാ സൃഷ്ടാവ് തന്റെ മേൽ ഉദിക്കുന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടാവിന്റെ സത്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചു കൂടുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ അവരുടെ പ്രവൃത്തികളും വിചാരങ്ങളും അറിയുന്നു. അപ്പൊ ഈ ഒരു അംശത്തിന്റെ കാര്യങ്ങളാണ് വെളിപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി സൃഷ്ടാവെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സങ്കീർത്തനത്തിൽ 7:11 എന്ന് പറയുന്നത്, കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവർ ഒരു ശ്വാസം മാത്രം. ഇനി ഇയ്യോബിൽ 12 പറയുന്നത്, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. എന്നാൽ നീ നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് ഇതായിരുന്നുവെന്നും നിന്റെ താല്പര്യമെന്നും ഞാൻ അറിയുന്നു. എബ്രായർ 4:12-13 പറയുന്നത്, അവന് മറഞ്ഞിരുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമാണ്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പൊ സൃഷ്ടാവിന്റെ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുവഴി സൃഷ്ടാവ് നമ്മളെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എല്ലാ വസ്തുവിനെയും വലയം ചെയ്യുന്നുണ്ട്, എല്ലാ വസ്തുവിനെ പറ്റിയിട്ടുള്ള പൂർണ്ണ അറിവും അവന്റെ കയ്യിലുണ്ട്. അപ്പം അവനക്കെല്ലാം നഗ്നമാണെന്നാ പറയുന്നത്. അവനുമായിട്ടാണ് നമുക്ക് കാര്യം. നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ ആശ്രയിക്കേണ്ടതും അവനെ തന്നെയാണ്. ഇനി വെളിപ്പാടിൽ 3:78 പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ അറിയുന്നുണ്ട്, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതൊരു ഉപമയാണ്. പക്ഷെ പ്രവൃത്തി അറിയുന്നത് ഈ ഒരു അംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. സൃഷ്ടാവിന്റെ നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, നമ്മളതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി ഇയ്യോബില് 12:10 പറയുന്നത്, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. അപ്പൊ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിലാണ് സകല ജന്തു ജീവജാലങ്ങളുടെയും പ്രാണനും ജീവനൊക്കെ കിടക്കുന്നത് എന്നാണ് ഇയ്യോബ് 12:10 പറയുന്നത്. ഇനി ഇതേ കാര്യം തന്നെ ഭഗവത്ഗീതയില് അധ്യായം 18 മോക്ഷ സന്യാസ യോഗ വാക്യം 61 പറയുന്നത്. കാരണം എല്ലാ ജന്തു ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്നത് ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണ് എന്ന് പറയുന്നില്ലേ, അതേ കാര്യം തന്നെ. ഇനി എബ്രായർ 1:10-11 പറയുന്നത്, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. കർത്താവിന്റെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവൻ ആര്? അപ്പൊ സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവർത്തനം ഈ പ്രകൃതി നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സങ്കീർത്തനം 8:9 പറയുന്നത്, ആകാശങ്ങളിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്റെ കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, ഭൂമിയിൽ എങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. അപ്പൊ സൃഷ്ടാവിന്റെ നാമം എത്ര മഹനീയാണെന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടാവിന്റെ ഒരു അംശത്തിന് ഒരു നാമമുണ്ട്, ആ നാമത്തെയാണ് ഇവിടെ പറയുന്നത്. ഇനി കൊറിന്ത്യർ 1:3-16 പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? സൃഷ്ടാവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന്. ഇയ്യോബില് 32:8 പറയുന്നത്, എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട്, സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ് മനുഷ്യർക്ക് വിവേകം നൽകുന്നത്. ഈ ഉൽപ്പത്തിൽ 2:7 പറയുന്നത്, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം മുതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് പറഞ്ഞു, അഥവാ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സൃഷ്ടാവിന്റെ നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെന്നും അതിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്നൊക്കെ ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആ നാമം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശാമൂൽ 1:12-22 പറയുന്നത്, തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടില്ല, നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, തന്റെ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടില്ല എന്ന് പറയുമ്പോൾ സൃഷ്ടാവിന്റെ നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, നമ്മളെ കൈവിടുന്നില്ല. നമുക്ക് കൈവിടാനും പറ്റില്ല, കാരണം
സൃഷ്ടാവ് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവനില്ല, അതാണ് സത്യം. ഇനി നിങ്ങളെ തൻ്റെ ജനമാക്കിക്കൊള്ളാൻ ഇഷ്ടം തോന്നിയിരിക്കും. അപ്പൊ തൻ്റെ ജനാക്കിക്കൊള്ളാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു ഈ നാമം നിമിത്തം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ വേര് കൊടുത്തു കഴിഞ്ഞാൽ കാലാകാലം അത് നമ്മളതാണെന്ന് തിരിച്ചറിയും. അതേപോലെ ഒരു അടയാളം മനുഷ്യ ശരീരത്തിൽ സൃഷ്ടാവ് വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ബൈബിളിലൂടെ മനസ്സിലാക്കേണ്ടത്. യോബ് 37:7 താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയന്തക്കവണ്ണം അവന്റെ സകല മനുഷ്യരുടെയും കൈമുദ്രയിട്ടു. അപ്പൊ തൻ്റെ ജനങ്ങളാണ്, ഞാൻ സൃഷ്ടിച്ചതാണ് സകലതിനെയും എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കൈമുദ്ര ഇട്ടു, അഥവാ കൈകളിൽ സൃഷ്ടാവിന്റെ നാമം മുദ്ര ഇട്ടു എന്നാണ് ഇവിടെ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ആ നാമം എവിടെയെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ യഥാർത്ഥ നീതി നടപ്പിൽ വരുന്നത്. കാരണം എല്ലാ മനുഷ്യരുടെയും കൈകളിൽ ഇരിക്കുന്നത് ഏക സൃഷ്ടാവായ അള്ളാഹ് എന്നുള്ള അറബിക് നാമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി മത്തായില് 5:33 പറയുന്നത്, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവികരോട് അരുൾ ചെയ്ത് കേട്ടിട്ടില്ലേ? നിന്റെ തലയെ തൊട്ടും സത്യം ചെയ്യരുത്, ഒരു രോമം കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിങ്ങൾക്ക് കഴിയില്ലാന്ന്. അപ്പൊ ഇവിടെ പറയുന്നത്, നിങ്ങൾ കള്ളസത്യം ചെയ്യരുത്, നിങ്ങളെ കർത്താവിന്റെ നാമം കൈകളിലുണ്ട്, അപ്പൊ അത് വെച്ചിട്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കണം, അഥവാ കള്ളസത്യം ചെയ്യാൻ പാടില്ല എന്നാണ് വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്, സൃഷ്ടാവിന്റെ കൈകളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുന്നും ബൈബിള് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇത്രയും സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ യഥാർത്ഥ സത്യത്തിലേക്ക് തിരിച്ചു വരാം. ഇനി യെശയ്യാ 66:14 പറയുന്നത്, കർത്താവിന്റെ കൈകൾ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോടായിരിക്കും അവൻ ക്രോധം കാണിക്കാന്ന്. ഈ രഹസ്യം നിങ്ങൾക്ക് വെളിപ്പെടും എന്ന് പറയുന്നുണ്ട്. ആ സമയം എന്തായിരിക്കും? ഇത് വിശ്വസിക്കാത്ത ആളുകൾക്കായിരിക്കും ശിക്ഷ വന്നിറങ്ങാന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യഥാർത്ഥ സത്യത്തിലേക്ക് നമുക്ക് വരേണ്ട സമയമായിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സൃഷ്ടാവിന്റെ നാമം സൃഷ്ടാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് കൈകളിലാണ്, അതുകൊണ്ടാണ് കള്ളസത്യം ചെയ്യരുത് എന്നൊക്കെ നമ്മോട് പറയുന്നത്. ഇത് ബൈബിളാണ് പറയുന്നത്. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് പോയി കഴിഞ്ഞാല് ഇതന്നെയാണ് ഇവിടെ പറയുന്നത്. അധ്യായം സൂറ അൽ ഫത്തഹില് 10 പറയുന്നത്, തീർച്ചയായും നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതെയുണ്ട്. അപ്പൊ നമ്മളൊരാളോട് സത്യം ചെയ്ത് പറയുമ്പോഴും പ്രതിജ്ഞ ചെയ്ത് പറയുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്, അപ്പോൾ ഒരു വ്യക്തിയോട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു വിവാഹം ചെയ്യണം, നമ്മൾ ഉപ്പ മരുമകന്റെ കൈ പിടിച്ചിട്ട് നമ്മൾ നിക്കാഹ് ചെയ്യാന്ന് പറയും. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇതൊരു കരാറാണ്. അപ്പൊ ഈ കരാറ് ചെയ്യുന്നത് ആരോടാണ്? യഥാർത്ഥത്തിൽ സൃഷ്ടാവിനോടാണ്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ കൈകൾ അവരുടെ കൈകൾക്ക് മീതേണ്ടത്. അതാണ് നമ്മളോട് കരാറ് കൊടുത്തു കഴിഞ്ഞാൽ പാലിക്കണം എന്ന് പറയുന്നത്. അഥവാ സത്യം ചെയ്യുമ്പോൾ നമ്മളത് പാലിക്കണം, അഥവാ കള്ളസത്യം ചെയ്യരുത് എന്നൊക്കെ ബൈബിൾ പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തിന്റെ നാമം കൈകളിൽ സാക്ഷിയാണ്. അത് നാമം മാത്രമല്ല, അത് നമ്മൾ ശരീരത്തെ ക്രിയേറ്റ് ചെയ്ത രീതിയിലാണ് ആ ഒരു നാമം നമ്മുടെ കൈകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ സൃഷ്ടാവ് എല്ലാത്തിനും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യം കൂടിയാണ് ഈ കൈകളിലുള്ളത്. കാരണം അതുവഴി നമുക്കെതിരെയുള്ള ഒരു സാക്ഷിയാണ്. നാളെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ള ഒരു സാക്ഷികളൂടെയാണ് നമ്മുടെ കൈകളും കാലുകളൊക്കെ. അപ്പൊ അതും നമ്മൾ ഓർമ്മ വെക്കുക. ഇനി അന്നഹല് 91 പറയുന്നത്, നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക, അള്ളാഹുവിനെ നിങ്ങൾ ജാമ്യക്കാരനായി കൊണ്ട് ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുതെന്ന്. അള്ളാഹുവിന് നമ്മളിപ്പോ ഒരാൾക്ക് സത്യം ചെയ്ത് കൊടുത്ത് ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മളത് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ തെറ്റുകാരാ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, അള്ളാഹുവിന് കൊടുത്ത കരാർ നിങ്ങൾ പാലിക്കാന്ന്. കാരണം നമ്മുടെ ഓരോ മനുഷ്യന്റെ കരങ്ങളിലുള്ളത് സൃഷ്ടാവിന്റെ നാമാണ്, അവൻ സാക്ഷിയാണ്, അവൻ അതിന് തെളിവാണ്. നാളെ നമുക്കെതിരെ വിളിച്ചു പറയാനുള്ള ഒരു തെളിവും കൂടിയാണ് നമ്മുടെ കൈകൾ എന്ന് മനസ്സിലാക്കുക. ഇതാണ് ബൈബിളും ഭഗവത്ഗീത ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ഖുറാനും പറയുന്ന, സൃഷ്ടാവിന്റെ അംശത്തെ നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഈ നാമം വന്നതെന്നും യഥാർത്ഥ സത്യത്തിലേക്ക് വിശുദ്ധ ഖുറാനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, എല്ലാ മതഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യം വിശുദ്ധ ഖുറാനിലൂടെ നബി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുറത്തു കൊണ്ടുവന്ന രഹസ്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതുവഴി യഥാർത്ഥ നീതി വിശുദ്ധ ഖുർആന് നിറവേറ്റുമെന്ന് പറയുന്നത്. കാരണം എല്ലാ സത്യവും അള്ളാഹു വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ. ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ഈ ഒരു സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ കൈകളിലുള്ള, അല്ലെങ്കിൽ ഏത് മതക്കാരന്റെ കൈകളിലുള്ള നാമം എന്ന് പറയുന്നത് നമ്മള് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യമാണ്. ഈ ഒരു സത്യം നമ്മൾ കേട്ടിട്ടും കേട്ടിട്ടില്ലാത്ത പോലെ നടിച്ചു കഴിഞ്ഞാൽ അത്ര ആളുകൾക്ക് അള്ളാഹിന്റെ ശിക്ഷ വന്നെത്താനുള്ള
സമയവും ഉണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് മാത്രം മനസ്സിലാക്കാം. ഇതിനെ നിഷേധിക്കുന്ന പക്ഷം അവരുടെ ഹൃദയത്തിന് അള്ളാഹു സീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അഥവാ പിന്നീട് ഒരിക്കലും അവർക്ക് ആ സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഈ ഒരു സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് മതങ്ങൾ ഇവിടെ ഇല്ലാതായി പോകും. കാരണം ക്രിസ്തു മതം ഇല്ലാതാവും, അതുപോലെ ഹൈന്ദവ എല്ലാ മതവും ഇല്ലാതാവും. കാരണം ഏകനായ സൃഷ്ടാവിലേക്കാണ് യഥാർത്ഥ സത്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്.